എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വക്കാൻ വില്ലേജിലേക്കാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്താം. അപ്പോൾ നന്ദേട്ടൻ്റെ ഫ്രണ്ടായ ഷാഫിയുമൊത്താണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ഷാഫി ആണെങ്കിൽ ഉച്ചയ്ക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ പോകുന്ന വഴികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 200-ൽ താഴെ ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒമാനിലെ അതിമനോഹരമായ മൗണ്ടൻ വില്ലേജാണ് ഈ വക്കാൻ വില്ലേജ്. അപ്പം മസ്കറ്റിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താലാണ് ഇവിടെ എത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒമാനിലെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു തണുത്ത പ്രദേശം കൂടിയാണിത് കേട്ടോ. ഇവിടെയെന്ന് വെച്ചാൽ ആപ്രിക്കോട്ട് പൂക്കുന്ന സമയം ഫെബ്രുവരി തൊട്ട് മാർച്ച് പകുതി വരെയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയങ്കരമാണ് ഈ സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ ഈ ടെറസ് ഫാമിങ്ങിലൂടെ ഗ്രേപ്സ്, മാതളം, പീച്ച്, ഡേറ്റ്സ് എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെയുള്ള സാധനങ്ങൾ പിച്ചരുത്, അതേപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങൾ അതൊന്നും നമ്മൾ പിച്ചെടുക്കരുതെന്ന് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സസ്യങ്ങൾക്ക് ആവശ്യമായ ജലം പ്രകൃതിദത്തമായിട്ട് തന്നെ ഈ 365 ദിവസവും ആ മലയുടെ മുകളിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഉറവ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 365 ദിവസവും ആ മലമുകളിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം ലഭിക്കുന്നത്. എന്നിട്ട് ഇവരിത് പല ഇങ്ങനെ ചാലുകളാക്കി എല്ലാ ചെടികൾക്കും അതിൻ്റെ മൂട്ടിൽ എത്തിക്കുന്നുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പോൾ ഇവിടെ വരുന്നതിന് വേണ്ടി ഓഫ് റോഡ് വണ്ടികളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സെഡാൻ ആണെങ്കിൽ വണ്ടികൾ അങ്ങനെയുള്ള ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ തന്നെ വണ്ടികൾ നമുക്ക് ആവശ്യമുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന ആ വഴികൾ മൊത്തവും നല്ല മലകളാണ്. അപ്പോൾ ഈ മലകളുടെ അടിവാരത്തായിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം. അപ്പോൾ ആ ഗ്രാമവാസികളെല്ലാം കൂടുതലായിട്ടും ആടുകളെയൊക്കെ വളർത്തി അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ മലകൾ തന്നെ പല വെറൈറ്റി രീതിയിലുള്ള ഷേപ്പുകളിലും അതേപോലെ അതിൻ്റെ ആ കല്ലുകളും മണ്ണുകളും ഒക്കെ പല അതായത് രീതികളിലുള്ള പല എന്താ പറയുന്നത് പ്രത്യേക ഷേപ്പുകളിലായിട്ട് തന്നെ നമുക്ക് മലകളെ കാണാൻ സാധിക്കും. അപ്പോൾ ആ വില്ലേജിലേക്ക് പോകുന്ന ആ റോഡിലൂടെ നമ്മൾ പോവുകയാണ്. അവിടെയെല്ലാം റോഡ് ടാർ ചെയ്തിട്ടില്ല, ഈ ചെമ്മൺ പാത പോലെയാണ് കേട്ടോ. അതേപോലെ നല്ല കയറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നല്ല വണ്ടികൾ തന്നെ ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ എത്തപ്പെടാൻ കഴിയത്തുള്ളൂ, എത്തിച്ചെല്ലാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അഗാധമായിട്ടുള്ള കൊക്ക പോലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഗ്യാപ്പുള്ളിടത്ത് വേണം വേറെ വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി മാറ്റി ഇങ്ങനെ നിർത്തിയാലേ അടുത്ത വണ്ടി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളിതേ കാണുന്നില്ലേ മലകളെ തൊട്ട് നിൽക്കുന്ന മേഘങ്ങൾ എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. അപ്പോൾ സൈഡിൽ നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി. എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു പെട്രോളിൻ്റെ സ്മെല്ല് പോലെ അനുഭവപ്പെട്ടു. അങ്ങനെ നോക്കി, അപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോവുക കേട്ടോ. അങ്ങനെ നിങ്ങൾ കണ്ടോ ഈ പാത കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആ 200 ഗ്രാമവാസികൾ, അതായത് 200 കുടുംബങ്ങൾ അതിനുള്ളിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൃഷിയും അതുപോലെ ആട് വളർത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ പോകുന്ന വഴികളിലൊക്കെ കാണുന്ന ഈ മലകൾ സത്യം പറഞ്ഞാൽ അടുത്ത് കാണുമ്പോൾ തന്നെ ഒരു പ്രതിഭാസം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിതേ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തി ഏകദേശം വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നമ്മൾ കുറേ നടക്കണം. അപ്പോൾ അവിടെ കണ്ട ഒരു മുള്ള് പോലത്തെ ഒരു നല്ലൊരു വയലറ്റ് കളറിലെ പൂവൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ മുള്ളുണ്ടാകും കായ്ക്ക്. അത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റിൽ ഒരു ചെറിയ കട കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ ക്യാഷ് അവിടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാം. ഈ 2 സൈഡിലും കാണുന്നത് അവിടെയുള്ള ഗ്രാമവാസികൾ താമസിക്കുന്ന അവരുടെ വീടുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചകളെന്ന് വെച്ചാൽ എന്താണ് മാതളമാണ്. മാതളത്തിൻ്റെ മരങ്ങൾ ഇങ്ങനെ പിടിച്ച് അവിടെ മാതളക്കായ്കളെല്ലാം ഇങ്ങനെ പഴുത്തതും ഉണങ്ങിയതും കിളി കൊത്തിയതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ സീസൺ ഏകദേശം കഴിഞ്ഞ സമയത്താണ് നമ്മളവിടെ എത്തിയത്. എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അതായത് നമ്മുടെ ഈ ആപ്രിക്കോട്ടിൻ്റെ പൂക്കളൊക്കെ കാണാൻ കഴിഞ്ഞു കേട്ടോ. അപ്പം ഈ മനോഹരമായ കാഴ്ച നിങ്ങളെല്ലാവരും ആസ്വദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും 2 പേര് ഒരു നല്ലൊരു പട്ടിക്കുട്ടനുമായിട്ട് അവിടെ വന്നായിരുന്നു. ഇടയ്ക്ക് നിങ്ങളൊന്ന് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അതിനെയും കൊണ്ടാണ് അവരിങ്ങനെ ഈ മല കയറാനായിട്ട് വന്നത്. അപ്പം ഞങ്ങളങ്ങനെ നടന്നു പോയി കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് ഈ കാണുന്നത് ഉള്ളി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള കുറച്ച് കൃഷികളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ കുന്നിൻ്റെ ചരിവുകളിൽ തട്ടായിട്ടാണ് ഇങ്ങനെ കൃഷി അവർ ചെയ്തേക്കുന്നത്. അപ്പം പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയപ്പം കാണാം 2-3 പേര്
കുറച്ച് ചീര, പിന്നെ അതേപോലെ തന്നെ കുറേ വള്ളികളിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പിച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദേ ഈ കാണുന്നത് കണ്ടോ, മാതളത്തിൻ്റെ പൂ. ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ ആ പണ്ടത്തെ പാട്ടുണ്ടല്ലോ, ഏതാണ്, മാതളപ്പൂ പോലൊരു മനസം ഞാൻ ഇന്നു കണ്ടു എന്നൊരു പാട്ടില്ലേ, ആ ഒരു പാട്ടാണ് വന്നത്, എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഈ കാണുന്നത് ഉള്ളിപ്പാടങ്ങളാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീൻസ് ആണെന്ന് തോന്നുന്നു. ഒരാൾ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണാം അതെല്ലാം ഇങ്ങനെ ഇറുത്തെടുത്തിട്ട് പിന്നെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഐശ്വര്യയുടെ ഫോൺ കാണുന്നില്ല. അപ്പോൾ ഐശ്വര്യ എന്നോട് പറഞ്ഞു അമ്മയുടെ കയ്യിൽ തന്നത്. അപ്പോൾ എൻ്റെ ബാഗിൽ നോക്കിയിട്ടില്ല. അപ്പോൾ ഏകദേശം 1/4 ഭാഗം എത്തിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നന്ദേട്ടനും അതിരിക്കുട്ടനും കൂടെ നേരെ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോയിട്ട് നോക്കിയപ്പോൾ കാണാം ആ കാറിനകത്ത് ഐശ്വര്യയുടെ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ അതുമൊക്കെ എടുത്ത് തിരിച്ച് വന്നിട്ടാണ് വീണ്ടും യാത്ര തുടർന്നത്. നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 11:45 ആയപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം അവിടെ ഒരു 1.5 മണിക്കൂറിന് ഉള്ളിൽ തന്നെ അവിടെ എത്തി. നിങ്ങൾ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ വാഴക്കൊല കണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ അന്നേരം അത് പറയാൻ മറന്നുപോയി. അവിടെ നല്ല വാഴയുടെ കൊലകളൊക്കെ ഒരു 3-4 കൊല ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ് ദേ ഇവിടെ നിന്നിട്ട് ആ ബീൻസ് പോലത്തെ പയർ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് തോരൻ വെക്കുന്നു. പക്ഷേ ഞാനങ്ങനെ അത് തോരൻ വെച്ചിട്ടില്ല കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് 2 പിടി ചീരയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ അവിടുന്ന് നടന്ന് കുറേ ദൂരം അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ദേ ഈ കാണുന്ന ഒരു ചെടി നിറച്ച് പൂക്കളൊക്കെ ഇട്ടിങ്ങനെ നിൽപ്പുണ്ട്. ഇതും ആപ്രിക്കോട്ടിൻ്റെ വേറെ കളറിലുള്ള പൂ, പക്ഷേ വെള്ള പൂക്കളാണ്. ഇതും അതാണെന്നാണ് തോന്നുന്നത്. എന്നാലും ഒരു ഉറപ്പില്ല, ഇതെന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡൗട്ടൊക്കെ തോന്നിയിട്ട് ഞാനിങ്ങനെ അത് പിടിച്ച് നോക്കിയാണ് ഇത് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ചാല് തിരിച്ച് അവർ വെള്ളം ഇങ്ങനെ വിട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചാല് തിരിച്ച് വിട്ടേക്കുന്ന ആ വെള്ളം അവിടെയുള്ള ഓരോ കൃഷി നടത്തുന്ന ആ ചെടികളുടെയും മൂട്ടിൽ ചെന്ന് വീഴുന്നതാണ്. അപ്പം ദേ കണ്ടോ, ഉള്ളി അതേപോലെ ചീര അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് നടന്നു പോയപ്പോൾ വീണ്ടും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മാതള തോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ മാതളത്തിൻ്റെ മരങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതേപോലെ ഇഷ്ടംപോലെ ഉള്ളിപ്പാടങ്ങളുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറേ കയറി ചെല്ലുമ്പോഴാണ് ആപ്രിക്കോട്ടിൻ്റെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ കണ്ടിട്ടില്ലാത്ത ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ആപ്രിക്കോട്ടിൻ്റെ പൂക്കളും കായ്കളും ഒക്കെ കാണുന്നത്. അപ്പം ഞാൻ മോളെ വിളിച്ചിട്ട് കാണിക്കുകയാണ്, ദേ നിൽക്കുന്നു കായ, അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു എന്നെല്ലാം കാണിക്കുകയാണ്. എനിക്ക് നല്ല സന്തോഷം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ ഇതുപോലുള്ള സ്റ്റെപ്പുകൾ കുറേ കയറി പോയാലേ നമ്മൾ ആ അതായത് അവിടെ എത്തത്തുള്ളൂ. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ പളനിമലയിൽ പോകുമ്പം ഒരുപാട് സ്റ്റെപ്പില്ലേ, അതേപോലെ അതിൻ്റെ ഇരട്ടി സ്റ്റെപ്പുണ്ട് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ഇങ്ങനെ പോകണം. അപ്പോൾ ആവശ്യമുള്ള വെള്ളവും നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ കരുതണം കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും അത്. അപ്പോൾ കുറേ പേര് വളരെ പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് വരെ വരുന്നവരുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നാണ് ആളുകൾ ഈ സ്റ്റെപ്പ് കയറി ഈ മലയ്ക്കുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന എന്താ വെച്ചാൽ നാരകമാണ് കേട്ടോ. വലിയ നാരകം ഉണ്ടല്ലോ, നമ്മുടെ ഗണപതി നാരങ്ങ പോലുള്ള വലിയ നാരകം. ഇപ്പോൾ എല്ലാം പൂവിട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നാരകത്തിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വെള്ളത്തിന് നല്ല ഫോഴ്സായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ചൂടും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. അപ്പോൾ എന്നാൽ വിചാരിച്ചു അവിടെ ഒന്ന് ഇരുന്നിട്ട് കാലൊന്ന് നനച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരിയും കൂടെ ഒരു ഉന്മേഷം കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ആ സൈഡിലിരുന്ന് കാലൊക്കെ ഒന്ന് നനച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഒരു സുഖം തോന്നി കേട്ടോ. പിന്നെ എന്തേ പോകുന്ന വഴിക്കല്ലേ ഈ കളറിലെ പൂക്കളും അതിൻ്റെ ആ മരങ്ങളുമാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ഈ ആടിൻ്റെ കൃഷിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ആടിൻ്റെ വളം അവർ ചാക്കുകളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ പോകുന്ന വഴിക്കല്ല. അതെ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് ദേ ഈ കാണുന്ന വെള്ളം കണ്ടോ, ഇത് വേറൊരു ദിശയിലൂടെ അവർ തിരിച്ചു വിട്ട് വേറൊരു ഭാഗത്തൂടെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ ആടിനെ വളർത്തുമ്പം തന്നെ ആടിൻ്റെ പാലും അതിൻ്റെ മാംസവും അതേപോലെ തന്നെ അതിൻ്റെ വളവും അവർക്ക് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വളങ്ങൾ ഇവർ പല ചാക്കുകളിലായിട്ട് ശേഖരിച്ചിട്ട് ഇങ്ങനെ ഓരോരോ നമ്മൾ കയറി പോകുന്ന മലയുടെ സൈഡുകളിലായിട്ട് ഇങ്ങനെ ചാക്കിൽ കൊണ്ടുവന്ന് കണക്കിന് അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഈ മരങ്ങളുടെ മൂട്ടിലെല്ലാം ഇതിൻ്റെ വളം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. വളരെ നല്ല വളമല്ലേ ആട്ടിൻ്റെ വളം. അപ്പോൾ പണ്ടൊക്കെ ഞാൻ വീട്ടിൽ ഒക്കെ ആയിരുന്ന സമയത്ത്, പണ്ട് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ആടുള്ള സമയത്ത് ഇതേപോലെ നമുക്കുള്ള കൃഷിക്കൊക്കെ വളരെ നല്ലതാണ് ആട്ടിൻ്റെ വളം അല്ലേ. അത് ഉണക്കി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ പച്ചക്കറിക്കൊക്കെ വളരെ നല്ലതാണ്.
അത് മാത്രമല്ല നമ്മൾ ഇതേപോലെ ഞാൻ കൂടുതലൊന്നും ഒറിജിനലായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ആടുകൾ ഇങ്ങനെ ഈ വലിയ മലഞ്ചെരുവുകളുടെ സൈഡിൽ കൂടി ഇങ്ങനെ പാറയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനത് നേരിട്ട് കണ്ടു. അപ്പം അവരിങ്ങനെ അതിൻ്റെ ആ സൈഡിലുള്ള ഓരോരോ ഇളവിയിരിക്കുന്ന ഭാഗത്തു കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പോയ വഴിയിൽ മൊത്തം കുറേ ആടുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതേപോലെ നമുക്ക് പെട്ടെന്ന് അതൊന്നും വീഡിയോ എടുക്കാൻ ഒക്കത്തില്ല, പെട്ടെന്നായിരിക്കുമല്ലോ ഇതൊക്കെ ഇങ്ങനെ പോകുന്നത്. അതേപോലെ തന്നെ ഒട്ടകം പോകുന്നത് ഉണ്ടായിരുന്നു, ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തേ ഈ ആപ്രിക്കോട്ട് മരങ്ങളുടെ ഇടയിൽ കൂടി ഞാൻ കുറച്ച് താഴോട്ട് നടന്നു പോയതാണ്, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. എന്നിട്ട് നേരത്തെ കുറേ താഴെ ഇതിൻ്റെ പൂക്കൾ മൊത്തം ഇങ്ങനെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ പൂത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതിനി വല്ല പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആണോന്ന്. പക്ഷേ അല്ല, എന്തോ കാട്ടിച്ചെടിയാണ്. അങ്ങനെ ഞാനത് പറിച്ചു. നമ്മുടെ ഈ തെറ്റിപ്പൂ ഉണ്ടല്ലോ അതുപോലൊക്കെ ഇരുന്നു കേട്ടോ. അപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ, അറബികളുണ്ടായിരുന്നു, അതേപോലെ തന്നെ യൂറോപ്യൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് രാജ്യക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ വന്ന് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു മൂട് മാവ് കണ്ടതാണ്. ആ മാവ് നിറയെ പൂത്തിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഈ മാവിനെ പോലെ ഇരിക്കുന്ന മാവെന്ന് തോന്നിക്കുന്ന വേറെ എന്തൊക്കെയോ അതേപോലെയുള്ള 2-3 വൃക്ഷം നമ്മൾ പോകുന്ന വഴിക്കുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ പണ്ട് കാലത്തൊക്കെ ഈ ആൾക്കാർക്ക് ഇത്രയും ഇങ്ങനെ നടന്നു പോകാനായിട്ട് ഇത്രത്തോളം അവിടെ നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല വഴികളൊക്കെ. അപ്പോൾ ആ സമയത്ത് ഒരു കൊടിയുടെ പടം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയാണ് അവർ ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഒരു ലാൻഡ് മാർക്കായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു കൊടിയുണ്ട്, അത് അവിടെ വരച്ച് വെച്ചേക്കുന്നത് കൊണ്ട് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മരുഭൂമിയിൽ ഇത്രയും നല്ല പച്ചപ്പും അതേപോലെ നല്ല തണുത്ത ഒരു അന്തരീക്ഷവും ഒക്കെയുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അവിടെ പോയി അത് അനുഭവിച്ചറിയുക എന്നുള്ളത് ഒരു വലിയൊരു ഈശ്വര അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഈ ഷാഫിയുടെ കൂടെയാണ് പോയത്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും അടുത്ത സ്ഥലത്ത് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന അടുത്ത ഒരു ബെഞ്ചാണ് ആ കാണുന്നത്. പിന്നെ ഇതിൻ്റെ താഴോട്ട് എന്ന് പറഞ്ഞാൽ കുറേ കൃഷികൾ, അന്നേരം ആ ഒരു ആൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ടിരുന്ന ബീൻസ് പോലത്തെ പയറെല്ലാം താഴെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ ഇറങ്ങി അതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് നുള്ളിയൊക്കെ നോക്കിയായിരുന്നു. എന്നിട്ട് പിന്നെ ഈ ബെഞ്ചിലിരുന്നു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഞങ്ങളൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും മല കയറാനായിട്ട് തുടങ്ങിയത്. അതിരിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള മല കയറുന്നതും. അതിരിക്കുട്ടൻ നല്ല കൂളായിട്ട് കയറിപ്പോയി കേട്ടോ. അപ്പം വലുതായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെയൊന്നും ചെയ്തില്ല, എടുക്കേണ്ടിയൊന്നും വന്നില്ല. അതിരിക്കുട്ടൻ നന്നായിട്ട് അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, സ്റ്റെപ്പൊക്കെ കയറി അവൻ പോയി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻ്റെ ഉള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ഏണി വെച്ചിട്ടുണ്ട്. ആ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അവിടെ പോകുമ്പോഴത്തേക്കും അത് ഇച്ചിരി റിസ്ക് ഉള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറേ വെള്ളക്കെട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ കാണുന്നതാണ് ആപ്രിക്കോട്ടിൻ്റെ യഥാർത്ഥ പൂവ്. അപ്പോൾ കണ്ടോ, വെള്ള കളറിൽ ഇങ്ങനെ പൂത്തൊലഞ്ഞിരിക്കുന്ന ഈ ഒരു മരം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയുള്ളൂ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം സീസണൊക്കെ കഴിഞ്ഞായിരുന്നു, എല്ലാത്തിലുമൊക്കെ കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ട വെളുത്ത പൂക്കളാണ് ആപ്രിക്കോട്ടിൻ്റെ പൂക്കളും അതിൻ്റെ മരവും കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുന്നതെന്ന് വെച്ചാൽ കിളികളെയാണ് കേട്ടോ. കുറേ കിളികൾ ഇങ്ങനെ പാറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണുന്ന കണ്ടോ, പണ്ട് നമ്മുടെ ഇതിൽ ഏറുമാടം പോലെയൊക്കെ മരത്തിൻ്റെ മണ്ടയിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് കയറി പോയിട്ട് വീണ്ടും വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും കയറി ആ മലയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കല്ലേ ഇതേപോലെ കൂറ്റൻ മലകൾ ഇങ്ങനെയുണ്ട്, അതിൻ്റെ അടിവാരത്ത് കൂടി ഇങ്ങനെ നല്ല വെള്ളച്ചാലുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പം നയന മനോഹരമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഈ പറഞ്ഞ വക്കാൻ വില്ലേജിലേക്ക് പോകുന്നത്, അവിടുത്തെ കാഴ്ചകൾ കാണുന്നതും അത് പറയാതിരിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ കുറച്ച് ഇപ്പം വെയിൽ തുടങ്ങി എങ്കിൽ പോലും ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പുമാണ്. ആ മലയുടെ മണ്ടയിലെത്തിയ നല്ല തണുത്ത കാറ്റുമാണ്. ഈ വെള്ളം ഇങ്ങോട്ട് വരുന്ന വഴിയിൽ 2 സ്ഥലത്ത് വലിയ കുളം പോലുള്ള ആ ഒരു ഇതുണ്ട്, അവർ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് പീച്ചിൻ്റെ മരമാണെന്ന്, പീച്ചെന്ന് പറഞ്ഞ ഒരു പഴമുണ്ടല്ലോ അതിൻ്റെ മരമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അത് നിറയെ പൂത്തുലഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ പോയ വഴിക്ക് ഓറഞ്ച് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പേരയ്ക്ക ഉണ്ടായിരുന്നു. നമുക്കിതൊന്നും അത് അടർത്തിയെടുത്ത് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അത് കുറേ ഉള്ളിലേക്കാണ്, അവിടെ എല്ലാം അടച്ചു വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പോകുന്ന വഴി ഗവൺമെൻറ്റിൻ്റെയാണ്, ആ സൈഡിലുള്ളത് അല്ലാതുള്ള ആൾക്കാരുടെയാണെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പാറയുടെ ഉള്ളിൽ കണ്ട ഒരു വലിയ ഗുഹ പോലെ ഇങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ കണ്ടു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പോയി അവിടെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ അച്ചു ഐശ്വര്യ എൻ്റെ കൂടെ പറഞ്ഞു, അമ്മ പോവല്ലേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാമ്പൊക്കെ കാണാൻ സാധ്യതയുണ്ടെന്ന്.
എന്നിരുന്നാലും നമ്മൾ ഒരു പ്രാവശ്യം വരുമ്പം ഒരു വ്യത്യസ്തമായ സ്ഥലം കണ്ടതല്ലേ, ഞാനേ ഒന്നും നോക്കിയില്ല. ഞാൻ മുമ്പും പിന്നെ ഒന്നും നോക്കില്ല കൂട്ടുകാരെ. ഞാൻ നേരെ പോയി എന്തായാലും അച്ചു വീഡിയോ എടുത്തു. ഒരു ആട്ടുംകുട്ടിയുണ്ടോ നമ്മളെ നോക്കിക്കുന്നത്. ഇത് ചെമ്മരിയാടാണ് കേട്ടോ, പുറം നിറയെ രോമങ്ങളൊക്കെയുള്ള ചെമ്മരിയാടാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീൻസാണ്. പണ്ട് ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം കയ്യിലെടുത്ത കണക്ക് ഞാൻ മല കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗോവർദ്ധനഗിരി കയ്യിലൊതുക്കിയ, അങ്ങനെ ഒരു പാട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ആ ഒരു ഓർമ്മയാണ് അപ്പോൾ എനിക്ക് വന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം എത്താറായി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ ഇവിടെ വന്ന് നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. പിന്നെ അതേപോലെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ സായിപ്പും മദാമ്മമാരും ഒക്കെ അവിടെ ഇരുന്നിട്ട് ചായയും കോഫിയും സ്നാക്സും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ മോരും വെള്ളം, അതേപോലെ തന്നെ പിന്നെ എന്താണ് വെള്ളം, അങ്ങനെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ആ ഷാഫി ഉണ്ടല്ലോ, ആ മലയുടെ മുകളിലേക്ക് വീട് കയറി പോവുകയാണ്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം കൂടുതലും ആടിങ്ങനെ അവർ അവിടെ എല്ലാം കാഷ്ടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആട്ടിൻ്റെ കാഷ്ടം അവിടെ എല്ലാം ഉണ്ട്. അപ്പം അത് നമ്മുടെ കാലിലൊക്കെ ആവാതെയൊക്കെ നടന്നു പോകണം. പിന്നെ ഈ കാണുന്ന ഒരു മുൾച്ചെടി കണ്ടോ, ഇതൊരു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ചെടിയായിട്ട് കൊണ്ടുപോയി ചട്ടിക്കകത്ത് അത് തീർത്ത് പുഴുതുകൊണ്ടുപോയി വെച്ചേനെ. അപ്പോൾ ഒരു സ്റ്റാർ പോലെ വന്നിട്ട് വെറൈറ്റി ഒരു ഇലയും മുള്ളും ഒക്കെ ആയിട്ട് നിന്ന ഒരു ചെടിയാണിത്. ഈ പറഞ്ഞതാണ് കണ്ടോ, ഇത് ബണ്ടായിട്ട് ഇങ്ങനെ ഈ വെള്ളം വന്നിട്ട് അവർ ഇതേപോലുള്ള സ്ഥലങ്ങൾ അടച്ചിട്ട് വെക്കും. എന്നിട്ട് ഇങ്ങോട്ടും ബണ്ടുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാലിനെ വേർതിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കണ്ടത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ അത്തിയാണ്. ചെറിയ ചെറിയ കുഞ്ഞ് അത്തിക്കായ്കൾ അത് നിറയെ പിടിച്ചിങ്ങനെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ചെറിയ ചെറിയ കായ്കളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് കാറ്റ് വന്നു കള്ളനെ പോലെ, കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ എന്ന് പറഞ്ഞതുപോലെ ആ പൂക്കളുടെ സുഗന്ധം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ പൂക്കളുടെ മണം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാൻ ഒരു ആകാംക്ഷ. പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു അത് അവിടെ നിന്നും വന്ന ഏതോ ഒരു ചെടിയിൽ നിന്നുള്ള മണമായിരുന്നു വന്നത് കേട്ടോ. അങ്ങനെ ഈ മലയുടെ സൈഡിൽ നിൽക്കുന്ന ഈ ചെടികളും അതേപോലെ തന്നെ ഈ കാണുന്നതാണ് അവിടുത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ലാഡറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉച്ചിയിൽ കയറി പോകുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷേ അവരവരുടെ സ്വന്തം ഗ്യാരണ്ടിയിലാണ് അവിടെ കയറി പോകേണ്ടുന്നത്. കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഈ കാണുന്ന ഒരു സ്പോട്ട്, അതായത് ആ മലയുടെ ഈ ഉള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഈ ഷാഫി നമ്മളെ അത് അവിടെ അടച്ചു വെച്ചേക്കുന്നത് പൊക്കി കാണിക്കുകയാണ്. അപ്പോൾ ഈ പാറയുടെ അടിയിൽ നിന്നാണ് ആ കണ്ട വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകി വരുന്നത്. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അതിരിക്കുട്ടൻ ഇപ്പുറത്തെ ഒരു സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. ഈ കാണുന്ന ഹോള് കണ്ടോ, അവിടുന്ന് ഒഴുകി വന്ന് ഇതിലേക്കൂടെ ഇങ്ങനെ വന്നതിന് ശേഷമാണ് ഈ വെള്ളം മൊത്തവും താഴോട്ട് ഇങ്ങനെ ഒഴുകി പോയിട്ട് പല പല ചാലുകളാക്കിയിട്ട് അവർ ഓരോരോ ചെടികളുടെ മൂട്ടിലും ഇങ്ങനെ ആ വെള്ളം വീഴിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഏണി കയറി പോകുന്ന ആ വലിയ മല, അതായത് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു കൈപ്പത്തി ഇങ്ങനെ ഉയർന്നു പോകുന്ന കണക്കുള്ള അത്രയും ഒരു വീതിയേ ഉള്ളൂ. അവിടെ ചെല്ലണമെങ്കിൽ അവിടെ ആ സ്റ്റെപ്പിനൊക്കെ നല്ല ഗ്യാപ്പാണ്. വീണാൽ ഗോവിന്ദ കേട്ടോ. അതുകൊണ്ട് അത്ര ഇതായിട്ടുള്ള ഒരു സ്ഥലമല്ല. അപ്പം അത് ഇച്ചിരി നല്ല ഇതൊക്കെ ആരോഗ്യവും ഇതൊക്കെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടെ കയറി പോകാന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് അവിടെ അടച്ചു വെച്ചേക്കെയാണ്, ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല അവർ. അങ്ങനെ ഞങ്ങൾ ആ വക്കാൻ വില്ലേജിൻ്റെ മുകളിലെത്തിയിട്ട് താഴെയുള്ള ദൃശ്യങ്ങൾ അവിടെ നിന്നിട്ട് ഏറ്റവും താഴെയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്നതൊന്നുമില്ല, ഇതിനെക്കാട്ടി ഒരുപാട് താഴെയുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് മുകളിലോട്ട് കയറിപ്പോയി. പക്ഷേ ഇതിനകത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ നമ്മൾ അവിടെ നിന്ന് കൂവിക്കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. അപ്പം ഞാനും അതിരിക്കുട്ടനും അവിടെ നിന്നിട്ട് നന്നായിട്ട് അവിടെ നിന്ന് കൂവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ഒമാനീസൊക്കെ ഇത് എന്താണെന്നുള്ളത് നോക്കി. പക്ഷെ നമ്മൾ ഇതേപോലെ കുസൃതി ക്വസ്റ്റ്യനിലെല്ലാം പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോയെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം എന്തായാലും അതിരിക്കുട്ടനെ അത് കാണിച്ചു കൊടുത്തു, പ്രതിധ്വനി എങ്ങനെയാണ് ഉണ്ടാവുന്നത്, കൈയടിച്ച് നോക്കി. അപ്പോൾ അതെല്ലാം തിരിച്ചിങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ കയറി നിൽക്കുന്ന അതിൻ്റെ ആ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മൾ കൂവയൊക്കെ ചെയ്താൽ അതങ്ങനെ കേൾക്കാം. അങ്ങനെ അതിമനോഹരമായ ഈ വക്കാൻ വില്ലേജ് എന്ന് പറഞ്ഞ ആ ഗ്രാമം കാണാൻ സാധിച്ചു എന്നുള്ളത് എന്താണ് പറയുന്നത്, ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ നന്ദേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയതും കൂടി കൊണ്ടാണ് ഞങ്ങൾക്കത് കാണാൻ പറ്റിയത് കേട്ടോ. പക്ഷേ വളരെ ഭയങ്കര എന്താ പറയുന്നത്, ഇച്ചിരി റിസ്ക് പിടിച്ച ഒരു ഏരിയയും അതേപോലെ തന്നെ ആ റോഡും ഒക്കെയാണ്. വളരെ സൂക്ഷിച്ച് പോകണം, അതുപോലുള്ള വണ്ടി വേണം.
അപ്പം നമ്മൾ അതിൽ വണ്ടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടിക്കകത്തിരുന്ന് നമ്മൾ തന്നെ തുള്ളിച്ചാടും. അത്രയ്ക്ക് അത്ര നല്ല ഒരു റോഡല്ല, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് എല്ലാവരും പോകാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയൊന്ന് കാണണം. തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നക്കലിലോട്ടാണ് വന്നത്. അപ്പോൾ വാങ്കൊക്കെ വിളിച്ചു. എന്നാൽ നോമ്പ് തുറക്കാനുള്ള വാട്ടർമെലനും ആപ്പിളും ഓറഞ്ചും തൈരും എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. പായൊക്കെ വിരിച്ചു, അവിടെ ഇരുന്നു. അപ്പോൾ വന്ന വഴിക്കാണ് 2 പൂച്ചകൾ തങ്ങളിൽ കണ്ടു. രാത്രി അവിടെ ആ വില്ലേജിൽ, അതായത് നക്കലിൽ ഇരുന്നിട്ട് അടി കൂടുന്ന ചിത്രമാണ് നിങ്ങൾ, ചിത്രമല്ല, ആ ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്നത്. അവർ രണ്ടുപേരും അടി കൂടുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ നക്കലിലെ വീഡിയോ ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ രാത്രി ആയപ്പോൾ കാണാൻ പറ്റുന്നില്ല. പാറയുടെ അകത്തുനിന്ന് വരുന്ന നല്ല ചൂട് വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം ഒരു വയറിൻ്റെ ഭാഗത്തോളം ഈ വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇത് താഴേക്ക് വരും, ഒഴുകി ഒഴുകി വരും. അവിടെ നിന്ന് ഇഷ്ടംപോലെ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാലിങ്ങനെ വെച്ച് കൊടുത്താൽ മീൻ വന്ന് നമ്മുടെ കാലിൽ കൊത്തും. പിന്നെ ലാസ്റ്റിൽ നമ്മളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 8:30യോളമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ടാറ്റാ.